ഗസയിലോ ഫലസ്തീനിലോ ഒരു മനുഷ്യനെങ്കിലും വേദനയ്ക്ക് നടുവിൽ ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത കേൾക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഈമാനിന്റെ കടുപ്പം കൊണ്ട്. അബ്ദുൽ നാസർ മഅദനി ഉസ്താദിന്റെ ഏകദേശം 25 വർഷം മുന്നേ എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു പ്രസംഗം ഒന്ന് കേട്ടു. ഇസ്രായേൽ ഗാസാ മുനമ്പിലേക്ക് റോക്കറ്റ് വിട്ടു. 150-ലധികം പേര് മരിച്ചു. 60-ലധികം പേര് ആശുപത്രിയിലായി. ഗാസാ മുനമ്പിൽ 1.5 വർഷം കൊണ്ട് ഉപരോധം നടക്കുകയാ. വെള്ളം പോലും കുടിക്കാൻ കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ, വൈദ്യുതി കൊടുക്കാതെ, പെട്രോളോ മണ്ണെണ്ണയോ കൊടുക്കാത്തത് കൊണ്ട് ജനറേറ്റർ പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ 1.5 വർഷമായിട്ട് ഗാസാ മുനമ്പിലെ 15 ലക്ഷം ജനങ്ങളെ ഉപരോധത്തിലിട്ട് പീഡിപ്പിക്കുകയാ. എന്നിട്ട് ആ ഉപരോധം പിൻവലിക്കണമെന്ന് പല രാഷ്ട്രങ്ങളും ആവശ്യപ്പെട്ടിട്ട് അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇപ്പോൾ അവിടത്തേക്ക് റോക്കറ്റ് വിട്ട് 100 ആളുകളെ കൊന്നുകളഞ്ഞിരിക്കുന്നു. ഈ മനുഷ്യന്റെ വാക്കുകൾ 25 വർഷം മുമ്പ് പറഞ്ഞ വാക്കുകൾ. പ്രിയപ്പെട്ടവരെ, ഫലസ്തീനും ഗസയും ഈ വേദന അനുഭവിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? ഇത്തരം വർഷക്കാലയളവിനുള്ളിൽ ഗസയിലോ ഫലസ്തീനിലോ ഒരു മനുഷ്യനെങ്കിലും ഈ വേദനയ്ക്ക് നടുവിൽ ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത കേൾക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഈമാനിന്റെ കടുപ്പം കൊണ്ട്. നാളെ സ്വർഗീയ ലോകത്ത് ഗസയിലെ കുഞ്ഞുമക്കൾ ലാൽസലാം പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാരന്നിട്ടുണ്ട്, ഞങ്ങളെ കൈപിടിക്കുമോ എന്ന് ചോദിക്കാനുള്ള അർഹതയെങ്കിലും പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. നമ്മുടെ പ്രാർത്ഥന കൊണ്ടെങ്കിലും ഗസക്കൊപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കണം. ക്രൂരശക്തികളെ നശിപ്പിക്കട്ടെ എന്ന് നമുക്ക് ദ്വാ ചെയ്യാം.